ഓഫീസിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മീര നൽകിയ രേഖകൾ ഓരോന്നായി പരിശോധിക്കുകയായിരുന്നു. ആരുമൊന്നും മിണ്ടിയില്ല. ചാരിറ്റി ലേഡി അസ്വസ്ഥയായി. ഇവയെല്ലാം കള്ളരേഖകളായിരിക്കാം. അപ്പോഴാണ് പോലീസ് ഓഫീസർ ഒരു ഫോട്ടോ ഉയർത്തിക്കാട്ടിയത്. ഈ ചിത്രം കോൺവെന്റിന്റെ ഓഫീസിലെടുത്തതല്ലേ? ചാരിറ്റി ലേഡി ഒന്നും പറഞ്ഞില്ല. അടുത്തത് വീഡിയോ. അതിൽ പഴയ രേഖകൾ, കുട്ടികളുടെ ഫയലുകൾ, തീയതികൾ. മുഖങ്ങൾ വ്യക്തമായിരുന്നില്ല, പക്ഷേ സ്ഥലം വ്യക്തമായിരുന്നു. ഓഫീസിനുള്ളിൽ വീണ്ടും നിശബ്ദത. അടുക്കളയിലെ പ്രായമായ സ്ത്രീ വീഡിയോയിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, "ഇത് പഴയ ഓഫീസ് മുറിയല്ലേ?" മറ്റൊരു പ്രായമായ സിസ്റ്റർ മുന്നോട്ട് വന്നു. "അതെ, ആ അലമാര ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്." ചാരിറ്റി ലേഡിയുടെ മുഖം മാറി. സഹായി പിന്നിലേക്ക് പതുക്കെ നീങ്ങി. അപ്പോഴാണ് രാഘവ് ആദ്യമായി മുന്നോട്ട് വന്നത്. അവൻ പോലീസുകാരനെ നോക്കി, ശേഷം ചാരിറ്റി ലേഡിയെ നോക്കി. വളരെ ശാന്തമായി പറഞ്ഞു, 25 വർഷം ഞാൻ കാത്തിരുന്നത് ഈ നിമിഷത്തിനായിരുന്നു. ഓഫീസിനുള്ളിൽ പൂർണ്ണ നിശബ്ദത. രാഘവ് തുടർന്നു, എന്റെ അനിയത്തി ഒരു കുറ്റവാളിയായിരുന്നില്ല. അവൾ ഒരു കുഞ്ഞിനെ രക്ഷിച്ചതാണ്. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. രാഘവ് അവളെ നോക്കി. അവന്റെ കണ്ണുകളിലും കണ്ണീർ. മോളെ, അത്രമാത്രം. അനന്യയുടെ കൈകൾ വിറച്ചു. ഒരു വാക്ക്. അവളുടെ ജീവിതത്തിൽ ആദ്യമായാണ് ആ ശബ്ദത്തിൽ കേൾക്കുന്നത്. അവൾ പതുക്കെ പറഞ്ഞു, "അച്ഛാ." രാഘവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. മീര ആ കാഴ്ച നോക്കി കരഞ്ഞു. അതേസമയം പോലീസ് ഓഫീസർ എഴുന്നേറ്റു. ചാരിറ്റി മാഡം, ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെയും നിങ്ങളുടെ സഹായിയെയും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുകയാണ്. 2 പോലീസുകാർ മുന്നോട്ട് നടന്നു. സഹായി ഓടാൻ ശ്രമിച്ചു. പക്ഷേ വാതിലിൽ നിന്നിരുന്ന പോലീസുകാർ അവനെ പിടിച്ചു. ചാരിറ്റി ലേഡി ആദ്യമായി തല താഴ്ത്തി. അവൾ മീരയെ മാത്രം നോക്കി. ഒന്നും പറഞ്ഞില്ല. 25 വർഷമായി മറച്ചുവെച്ച സത്യം അവളുടെ മുന്നിൽ നിന്നുകൊണ്ടിരുന്നു.